السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, തെറ്റുകൂടാതെ നിസ്കരിക്കാം എന്ന സബ്ജക്റ്റിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഫർളാകുന്ന തക്ബീറത്തുൽ ഇഹ്റാമും അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളെക്കുറിച്ചും അതുപോലെ നിയ്യത്തിൻ്റെ പൂർണ്ണരൂപവും ചുരുങ്ങിയ രൂപങ്ങളൊക്കെയും നാം പഠിച്ചു മനസ്സിലാക്കി. ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നു എന്നത് അവർ വിളിച്ചു പറയുന്നുണ്ട്. അള്ളാഹു ഇതൊരു നാഫിയായ ഇൽമായി സൽക്കർമ്മമായി റബ്ബ് നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, തീർച്ചയായും ഈ ക്ലാസ് നല്ലപോലെ ശ്രവിച്ച് വീണ്ടും വീണ്ടും അത് കേട്ട് മനസ്സിലാക്കി അറിയാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് നല്ല പോലെ നിസ്കാരം നന്നാക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമേ നിങ്ങളോട് ഞാൻ ഉണർത്തുന്നു. എൻ്റെ ഈ ക്ലാസ് അറിവുള്ള അല്ലെങ്കിൽ വിവരമുള്ള ആളുകളെ പരിഗണിച്ചിട്ടല്ല, മറിച്ച് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ നിസ്കാരത്തെ ശരിക്കും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അവരെ പരിഗണിച്ചും കൊണ്ട് നടത്തുന്ന ക്ലാസ് ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കേൾക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത് നമ്മൾക്കറിയുന്ന വിഷയമാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തും കൊണ്ട് പകുതിയിൽ പോകാവുന്നതാണ്. അല്ലാത്ത ആളുകൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ഉപകാരം ഇതുകൊണ്ട് ലഭിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത്തരക്കാരെ പരിഗണിച്ചും കൊണ്ട് നടത്തുന്ന ക്ലാസ് ആയതുകൊണ്ട് മറ്റുള്ള ആളുകൾ ക്ഷമിക്കണമെന്ന് ഒന്നുകൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ പറയുന്ന ക്ലാസ് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പല വിഷയങ്ങളും ചിലപ്പോൾ നിങ്ങൾ കേട്ടതും മനസ്സിലാക്കിയതും ചിലപ്പോൾ ഇതിൽ വന്നു എന്ന് നിങ്ങൾക്ക് വരാത്തതുപോലെ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ അവതരിപ്പിക്കാത്തതുപോലെ മനസ്സിലാകും. അതുകൊണ്ട് അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ചു പഠിക്കണമെന്നും നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും ആമുഖം നീട്ടുന്നില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം നിസ്കാരത്തിലെ 14 ഫർളുകളിൽ മൂന്നാമത്തെ ഫർളിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. 1ഉം 2ഉം നാം വിശദീകരിച്ചു. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം. മൂന്നാമത്തെ ഫർളാണ് നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട, മാത്രമല്ല വളരെ ശ്രേഷ്ഠമായ 14 ഫർളുകളെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠവും മഹത്വവുമുള്ള ഒരു ഫർളാണ് ഖിയാമു അൽ ഖിയാം, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ആവതുള്ളവൻ നിന്ന് നിസ്കരിക്കുക, നിൽക്കുക എന്നുള്ളത്. 14 ഫർളുകളിൽ മൂന്നാമത്തെ ഫർളാണ് അൽ ഖിയാം, നിൽക്കുക. അതായത് ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ സാധിക്കുന്ന ആളുകൾ നിർബന്ധമായും കൊണ്ടവർ നിന്ന് തന്നെ നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നിൽക്കുക എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 ഫർളുകളിൽ വളരെ ശ്രേഷ്ഠമായ ഫർളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ സ്വല്ലാ ഖായിമൻ ഫഹുവ അഫ്ളലു വമൻ സ്വല്ലാ ഖായിദൻ ഫലഹു നിസ്ഫു അജ്റുൽ ഖായിമീൻ. ഒരാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായതാണ്. അതുപോലെ ഒരാൾ ഇരുന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവനിക്ക് നിന്ന് നിസ്കരിക്കുന്നവൻ്റെ കൂലിയുടെ പകുതിയാണ് ലഭിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫർളാണ് ഖിയാം, അല്ലെങ്കിൽ നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിർബന്ധമായും അവർ നിന്ന് തന്നെ നിസ്കരിക്കണം. നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ തലയും പെരടിയും അതുപോലെ തന്നെ മുതുകും ഒരേപോലെ ശരിക്കും നിവർന്ന്, ആ മുതുകിൻ്റെ എല്ലുകൾ ശരിക്കും നിവർത്തി കൊണ്ട് അവൻ നിൽക്കണം. അപ്പോൾ തല ഇങ്ങനെ കുനിച്ചും കൊണ്ടോ അല്ലെങ്കിൽ ശരീരം കുനിച്ചും കൊണ്ടോ ഒരാൾ നിന്നാൽ അവൻ്റെ നൃത്തം സ്വഹീഹാവുകയില്ല.
അപ്പോൾ ശരിക്കും നിവർന്ന് നിൽക്കണം, കുനിഞ്ഞു നിൽക്കാൻ പാടില്ല. ഇനി ആപതില്ലാത്ത ആളുകൾ, നിൽക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് അവനിക്ക് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ നിൽക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. നിൽക്കാൻ സാധിക്കുന്ന ആളുകൾ നിന്ന് തന്നെ നിസ്കരിക്കണം. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പല ആളുകളും ചെറിയ എന്തെങ്കിലും ഒരു വിഷമം, ചെറിയ ഒരു അസ്വസ്ഥത ഉണ്ടായാൽ തന്നെ അവർ പിന്നെ നിൽക്കാതെ ഇരുന്ന് നിസ്കരിക്കുന്നതായി പലയിടങ്ങളിലും നമുക്ക് കാണാറുണ്ട്. ഒരിക്കലും ഇത് നമ്മൾ ചെയ്തു പോകരുത്. കാരണം നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് ഫർളാണ്. ഫർള് ഒഴിവാക്കിയാൽ, കരുതിക്കൂടി കാരണമില്ലാതെ ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ചില ആളുകൾ ഉളു എടുത്ത് പള്ളിയിലേക്ക് വരുന്നവരായാലും വീട്ടിലുള്ളവരായാലും ആരായാലും, ചില വയസ്സായ ആളുകൾ അവർ ശരിക്കും പിന്നെ ഉളു എടുക്കുന്നുണ്ട്, നിന്ന് തന്നെ ഉളു എടുക്കുന്നു, അതുപോലെ നിസ്കരിക്കുന്ന സ്ഥലത്തിലേക്ക് അവർ നടന്നും കൊണ്ടുവരുന്നുണ്ട്, ഒരു പ്രയാസവും അവർക്കില്ല. പക്ഷേ നിസ്കരിക്കുന്ന സ്ഥലത്തെത്തിയാൽ അവർ കസാല വെച്ചും കൊണ്ട് അതിൽ ഇരുന്നു നിസ്കരിക്കുന്നതായി കാണുന്നുണ്ട്. ഇത് വലിയ ഒരു അബദ്ധമാണ്. നിസ്കാരം സ്വഹീഹാവുകയില്ല എന്ന് നാം ഓർക്കണം. അവർക്ക് ബാക്കി എല്ലാ സമയത്തും അവർ നടക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. നിസ്കാരത്തിലേക്ക് എത്തുമ്പോൾ അവർ ഇരുന്നാണ് നിസ്കരിക്കുന്നത്. ഒരിക്കലും ഇത് നമ്മൾ ചെയ്തു പോകരുത് പ്രിയപ്പെട്ടവരെ. നിസ്കാരം അത് നിർബന്ധമായതിൻ്റെ മുറ പോലെ നിർവഹിക്കണം. എന്നാൽ മാത്രമേ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ നിൽക്കാൻ കഴിയുന്നവർ നിന്ന് തന്നെ നിസ്കരിക്കണം. ഇനി നിൽക്കാൻ സാധിക്കുന്നില്ല, എന്തെങ്കിലും കാര്യമായ പ്രശ്നമുണ്ട്, അവനിക്ക് തീരെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഇരുന്നു നിസ്കരിക്കാവുന്നതാണ് ഫർള് നിസ്കാരത്തിൽ. ഇനി സുന്നത്ത് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ തന്നെ ഇരുന്നും നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ വിടുതിയാണ്. നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ പോലും അവർക്ക് എന്താക്കാം, ഇരുന്നു നിസ്കരിക്കാവുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ ഫർളുമായി ചെറിയ നിലക്ക് നമുക്ക് വിശദീകരണം പറയാനുള്ളത്. ഇനി നാലാമത്തെ ഫർളാണ് വിശദീകരിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫർളാണ് നാലാമത്തെ ഫർള്. അതായത് നാലാമത്തെ ഫർള് അർറാബിഉ ഖിറാഅത്തുൽ ഫാത്തിഹ. അപ്പോൾ നാം ഇപ്പോൾ നിയ്യത്ത് ചെയ്തു, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, കൈ കെട്ടി, അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ വജ്ജഹത്ത് ഓതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ നാലാമത്തെ ഫർള്, അതായത് ഫാത്തിഹ ഓതുക എന്നുള്ളത്. വജ്ജഹത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഫർളാണ് പിന്നെ ഫാത്തിഹ ഓതുക എന്നുള്ളത്. നിസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫാത്തിഹ ഓതുക എന്നുള്ളത്. എല്ലാ റക്അത്തിലും നമ്മൾ എത്ര റക്അത്ത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത്, ആ എല്ലാ റക്അത്തുകളിലും നമ്മൾ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. മസ്ബൂക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അതായത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മസ്ബൂക്ക് എന്ന ഒരു വിഷയം വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരല്ലാത്ത എല്ലാവരും എന്താക്കണം, ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. എല്ലാ റക്അത്തിനും ഫാത്തിഹ ഓതണം. മസ്ബൂക്ക് എനിക്ക് അതിനെ തൊട്ട് വിടുതിയുണ്ട്. മസ്ബൂക്ക് ആർക്കാണ് ഫാത്തിഹാനെ തൊട്ട് വിടുതി നൽകപ്പെട്ടത് എന്നതൊക്കെയും ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒറ്റക്ക് അല്ലെങ്കിൽ മുൻഫരിദായി നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ നമുക്കറിയാം, ചെറിയ നിലക്ക് ഞാൻ വിശദീകരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. റബ്ബി ഗ്ഫിർലി. ആമീൻ. അപ്പോൾ ഇതാണ് ഫാത്തിഹ. ഈ ഫാത്തിഹ വളരെ നാം ശ്രദ്ധിച്ചു ഓതണം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിർബന്ധമായിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ, ഏകദേശം 8ഓളം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിച്ചു പാരായണം ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫാത്തിഹ സ്വഹീഹാവുകയുള്ളൂ. ഈ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ്, വജ്ജഹത്തു കഴിഞ്ഞ് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
എന്ന് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അതിന് ശേഷമാണ് ബിസ്മി തുടങ്ങി ഫാത്തിഹ ഓതേണ്ടത്. അപ്പോൾ ഈ ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാത്തിഹ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, മൂന്നാമത്തെ ഫർള് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നൃത്തത്തിൽ പൂർണ്ണമായും നൃത്തത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ ഫാത്തിഹ. ഫാത്തിഹ തുടങ്ങി അവസാനിക്കുന്നത് വരെ അത് നൃത്തത്തിൽ തന്നെയായിരിക്കണം. അതിൻ്റെ ഒരല്പഭാഗം പോലും നൃത്തമല്ലാത്തതിൽ സംഭവിച്ചാൽ അവൻ്റെ നിസ്കാരം സഹീഹാവുകയില്ല. കാരണം ഫാത്തിഹ മുഴുവൻ നൃത്തത്തിലായിരിക്കണം. ചില ആളുകൾ ധൃതിയിൽ നിസ്കരിക്കുന്ന ആളുകളെ അവർ പെട്ടെന്ന് ധൃതിയിൽ ഉളുവെടുത്ത് ഓടി വന്ന് നിസ്കാരത്തിലേക്ക് കൈ കെട്ടിയിട്ട് പിന്നെന്താക്കും, നിസ്കാരം സ്പീഡിൽ നിസ്കരിക്കുന്ന ആളുകൾ വജ്ജഹത്ത് ഓതും. അതുപോലെ തന്നെ ഫാത്തിഹ സ്പീഡിൽ ഓതി ഫാത്തിഹ അവസാനിക്കാൻ തന്നെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് എന്താക്കും, അവർ റുക്കുയിലേക്ക് കുനിയും. ആ റുക്കുയിലേക്ക് കുനിയുമ്പോൾ ഫാത്തിഹയുടെ അവസാന ഭാഗം റുക്കുയിലേക്ക് കുനിഞ്ഞുകൊണ്ട് ഒരാൾ ഓതി അവസാനിപ്പിച്ചാൽ അവൻ്റെ ഫാത്തിഹ സഹീഹാവുകയില്ല. ഫാത്തിഹ തുടങ്ങി അതിൻ്റെ അവസാനം വലദ്ദാല്ലീൻ എന്നതുവരെ പൂർണ്ണമായും അവൻ്റെ ആ നൃത്തത്തിൽ തന്നെയായിരിക്കണം. എന്നാൽ മാത്രമേ ഫാത്തിഹ സഹീഹാവുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ വാജിബ്. അതുപോലെ തന്നെ ആ ഓതുന്ന ഫാത്തിഹ സ്വന്തം ശരീരത്തിലേക്ക് കേൾപ്പിക്കൽ നിർബന്ധമാണ്. മൂന്നാമത്തത് ഫാത്തിഹ അത് അറബി ഭാഷയിൽ തന്നെയായിരിക്കണം. ഫാത്തിഹയുടെ അർത്ഥം ഒരാൾ നിസ്കാരത്തിൽ നിന്ന് ചൊല്ലിയാൽ ഫാത്തിഹ സഹീഹാവുകയില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ടത് റിആയത്തു ഹുറൂഫിഹ വ മഖാരിജിഹ വ തസ്ദീദാതിഹ. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അതായത് ഫാത്തിഹയിലെ എല്ലാ അക്ഷരങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം, പരിഗണിക്കണം. ഏതെങ്കിലും ഒരക്ഷരം ഫാത്തിഹയിൽ നിന്ന് കളഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഓതാതെ ഉപേക്ഷിച്ചു പോയാൽ, അതുപോലെ തന്നെ അതിൻ്റെ മഖ്റജുകൾ, ആ ഫാത്തിഹാൻ്റെ ഓരോ അക്ഷരത്തിൻ്റെ മഖ്റജ് അനുസരിച്ച് ഓതാതെ പോയാൽ, അതുപോലെ അതിൻ്റെ ഷദ്ദുകൾ, ഫാത്തിഹയിലുള്ള മുഴുവൻ ഷദ്ദുകൾ പരിഗണിക്കാതെ അതിനെ ലഘുവാക്കി ഷദ്ദില്ലാതെ ഓതിപ്പോയാൽ നിസ്കാരം സഹീഹല്ല, ഫാത്തിഹ സഹീഹല്ല. ഫാത്തിഹ സഹീഹല്ലാതെയാവുമ്പോൾ നിസ്കാരത്തിൻ്റെ നാലാമത്തെ ഫർള് ഇല്ലാതെയായി പോകും. അപ്പോൾ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഫാത്തിഹയിലെ എല്ലാ അക്ഷരങ്ങൾ സൂക്ഷിച്ച് ഒന്നും വിട്ടുപോകാതെ നാം ഓതാൻ ശ്രമിക്കണം. അതുപോലെ ഇതിൻ്റെ ശ്രദ്ധകളും വളരെ ശ്രദ്ധയോടുകൂടി നാം ഓതേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയും വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. അതുപോലെ അതിൻ്റെ ഹർക്കത്തുകൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഫാത്തിഹയിലെ ഏതെങ്കിലും ഒരു പദത്തിലെ ഹർക്കത്തുകൾ മാറിപ്പോകാൻ പാടില്ല. ഉദാഹരണം അൻഅംത എന്ന് പറയുമ്പോൾ സിറാത്തൽ ലദീന അൻഅംത എന്നവിടെ അൻഅംത എന്ന് തന്നെ ഓതണം. അവിടെ അൻഅംത എന്നതിന് പകരമായി അൻഅംതി എന്നോ അൻഅംതു എന്നായി പോയാൽ ഫാത്തിഹ സഹീഹാവുകയില്ല. അതുപോലെ ഇയ്യാക, ഞാൻ 1-2 ഉദാഹരണം മാത്രം പറയുകയാണ്, എല്ലാ വിഷയവും ഇങ്ങനെ തന്നെ. അതുപോലെ ഇയ്യാക എന്നവിടെ ഇയ്യാക എന്ന് കാഫിന് ഫത്ഹായി തന്നെ ഓതണം. അവിടെ അതിന് പകരമായി ഇയ്യാക്കി എന്നായി പോയാൽ അവൻ്റെ ഫാത്തിഹ സഹീഹാവുകയില്ല. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ ഫാത്തിഹയിലെ അതിൻ്റെ അർത്ഥത്തിന് മാറ്റം വരുത്തുന്ന നിലക്കുള്ള പകർച്ച അല്ലെങ്കിൽ തെറ്റായി ഓതുക അത് പാടില്ല. അതുപോലെ ഫാത്തിഹ മുവാലാത്തതിൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ആയത്തുകൾ ഓതിയ ഉടനെ മറ്റൊരു ആയത്തുകൾ ഓതുക. ഒരല്പം ഓതി കുറേ സമയം വിട്ട് മറ്റൊരു ആയത്ത് ഓതുകയോ ചെയ്താൽ നിസ്കാരം സഹീഹാവുകയില്ല, ഫാത്തിഹ സഹീഹാവുകയില്ല. അതുപോലെ തന്നെ ഫാത്തിഹയുടെ കലിമത്തുകൾ, അതിൻ്റെ ആയത്തുകൾ ക്രമപ്രകാരം തന്നെ ഓതണം. എങ്ങനെയാണോ ഫാത്തിഹ ഉള്ളത് അതുപോലെ തന്നെയാകണം. പിന്നെ ആദ്യമുള്ളത് ആദ്യം, ശേഷമുള്ളത് ശേഷം, അതേ രീതിയിലാകണം. അപ്പോൾ ഒരാൾ ശേഷമുള്ളത് ആദ്യം ഓതി ആദ്യമുള്ളത് ശേഷം ഓതിപ്പോയാൽ ഫാത്തിഹ സഹീഹാവുകയില്ല. ഇത്തരം കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വളരെ സാവധാനത്തോടു കൂടി ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ നിസ്കാരം സഹീഹാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളാണ് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഫാത്തിഹ കഴിഞ്ഞാൽ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഏതെങ്കിലും ഒരു സൂറത്ത്, ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക എന്നുള്ളത്. ഫാത്തിഹ കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വജ്ജഹത്ത് ആദ്യം ഓതി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി
വജ്ജഹത്ത് ഓതി, അതുപോലെ ഈ പറയുന്നത് പോലെ ഫാത്തിഹ ഓതി, അതിനുശേഷം അതായത് ഫാത്തിഹ ഞാൻ പറഞ്ഞുവല്ലോ, ഫാത്തിഹക്ക് മുമ്പ് അഊദ് ഓതൽ സുന്നത്താണ്. ഫാത്തിഹാൻ്റെ ശേഷം പിന്നെ ആമീൻ എന്ന് പറയലും പ്രത്യേകം സുന്നത്താണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു സൂറത്ത്, നമുക്കറിയുന്ന സൂറത്ത്, ഖുർആനിൽ ഏതെങ്കിലും ഒരു ചെറിയ സൂറത്തായാലും മതി, അല്ലെങ്കിൽ ഒരു 3 ആയത്തിൻ്റെ ഖദർ വരുന്ന നിലക്കുള്ള ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു സൂറത്ത് ഓതൽ പ്രത്യേകമായ സുന്നത്താണ്. അപ്പോൾ ഇതോടുകൂടി നൃത്തത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു. വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി കഴിഞ്ഞാൽ നൃത്തത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് റുക്കൂയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. അത് നിസ്കാരത്തിൻ്റെ 5ാമത്തെ ഫർളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ച ചോദ്യം നിസ്കാരത്തിൽ നിർബന്ധമായ തക്ബീർ ഏതാണ് എന്നതാണ്. അതിൻ്റെ ശരി ഉത്തരം തക്ബീറത്തുൽ ഇഹ്റാം എന്നതാണ്. 2ാമത്തെ ചോദ്യം ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്തിലെ ചുരുങ്ങിയ രൂപമാണ് ചോദിച്ചത്, പൂർണ്ണ രൂപമല്ല, ചുരുങ്ങിയ രൂപമാണ് ചോദിച്ചത്. അതിൻ്റെ ശരി ഉത്തരം ഉസല്ലി ഫർളൽ ളുഹ്രി എന്നതാണ്. ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫർള് ഏതാണ് എന്നുള്ളതാണ്. അറിയുന്ന ആളുകൾ പിന്നെ കമൻറ്റിലൂടെ ഉത്തരം അറിയിക്കുക. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ നന്മകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.